ഹലോ ഹായ് നമസ്കാരം അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ. അപ്പോളേ ഞാൻ ചെറിയൊരു വീഡിയോ ഇപ്പോൾ ചെയ്യാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു. ഒരു ടീച്ചറമ്മ പെട്രോൾ പമ്പിൽ ശുചിമുറിയിൽ കയറാൻ ചെന്നപ്പോൾ അവർ ലോക്കാക്കിയിട്ട് കയറാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അപ്പോൾ സ്റ്റാഫുകൾ പറഞ്ഞ് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സംസാരമായി. പോലീസ് വന്നിട്ട് ചാവി കൊടുത്തില്ല, ചവിട്ടി പൊളിച്ചു. അങ്ങനെ ടീച്ചർ കേസ് കൊടുത്തു. കേസ് കൊടുത്ത് അതിന് വിധിയായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. സംഖ്യ അവർക്ക് ഫൈനായിട്ട് വിധിയായി. അപ്പോൾ നമുക്കതിനെക്കുറിച്ചുള്ളൊരു ചെറിയൊരു ഭാഗം കാണാം. ഓക്കെ. സാധാരണ നമ്മൾ പ്രതികരിക്കാറില്ല, പക്ഷെ അവര് നമ്മളെ പ്രകോപിപ്പിച്ച് അത് കേസിലേക്ക് എത്തിക്കുമായിരുന്നു ചെയ്തത്. ശുചിമുറി പൂട്ടിയിടുന്ന പെട്രോൾ പമ്പുകാരെ എങ്ങനെ നേരിടണം എന്ന് പറയുകയാണ് അധ്യാപികയായ ജയകുമാരി. 2024 മെയ് 8 കാസർഗോഡ് നിന്ന് പത്തനംതിട്ടയിലേക്ക് വരും വഴിയാണ് പയ്യോളിയിലെ തെനങ്കാലിൽ എന്ന പമ്പിൽ കയറിയത്. പെട്രോൾ അടിച്ച ശേഷം ശുചിമുറിയുടെ താക്കോൽ ചോദിച്ചപ്പോൾ കൊടുത്തില്ല എന്ന് മാത്രമല്ല, ജീവനക്കാർ പരിഹസിച്ചു, കേസ് കൊടുക്കാൻ വെല്ലുവിളിച്ചു. നമ്മളെ കളിയാക്കുന്ന രീതിയിൽ, പരിഹസിക്കുന്ന രീതിയിലുള്ള അപ്പോൾ ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മളിതൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ നാടുകളിൽ നമ്മളൊക്കെ ലോങ് യാത്രകൾ, ട്രിപ്പൊക്കെ പോകുന്ന സാഹചര്യത്തിൽ പല പമ്പുകളിലും ചിലപ്പോൾ പക്ഷേ നമുക്ക് എണ്ണ അടിക്കേണ്ടി വരും, ചിലപ്പോൾ എണ്ണ അടിക്കേണ്ടി വരില്ല, എണ്ണ ഉണ്ടാവും വണ്ടിയിൽ. പക്ഷെ എന്നാലും ശരി, നമ്മൾ ഏത് പമ്പിൽ നിർത്തിയാലും ശുചിമുറിയിൽ കയറുമ്പോൾ ഒന്ന് ടോയ്ലറ്റ് പോകണമെന്നുണ്ടെങ്കിൽ എവിടെ അതിന് സംവിധാനങ്ങൾ എവിടെയൊക്കെ ഉണ്ട് ഇല്ല എന്നുള്ളത് ആർക്കും അറിയില്ലല്ലോ, ചെല്ലുമ്പോഴേ അറിയുള്ളൂ. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മൾ ഓട്ടം പോകുമ്പോൾ വളരെ മോശമായ രീതിയിൽ കാണുന്ന പല പമ്പുകളിൽ ശുചിമുറികൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതുപോലെ പ്രതികരിക്കണം, നമുക്കൊക്കെ പ്രതികരിക്കാം. ഇതൊന്നും ഒരു ചിലവില്ലാത്തൊരു സംഭവം, നിസ്സാര സംഗതിയാണ്, ഒരു റിസ്ക്കില്ല. ഇതിന് പ്രതികരിക്കാനോ ഇവർക്കെതിരെ കേസ് കൊടുക്കാനൊന്നും ഒരു റിസ്ക്കും നമുക്കില്ല. പക്ഷെ നമ്മളാരും ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. നമ്മളാരെയും ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ള നിലവാരമാണ് നമ്മളെടുത്ത്. പക്ഷേ ഇവരൊക്കെ സമൂഹത്തിനെ തന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ, അല്ലേ? ഞാൻ ഒരുപാട് പമ്പുകളെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളാരും ഇങ്ങനെ അവരെ കുറിച്ച് കേസ് കൊടുക്കണമെന്നോ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. പക്ഷേ ഈ ടീച്ചർ ചെയ്താണ് ശരി. പരാതി കൊടുക്കണം, നിയമ നടപടികൾ എടുക്കണം, പൂട്ടണ്ടാണി പൂട്ടിക്കണം, ഫൈൻ അടിക്കണ്ടാണി ഫൈൻ അടിക്കണം. നിർബന്ധമായിട്ടും ചേച്ചിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും. ചേച്ചി ചെയ്താണ് ശരി. ചേച്ചിയല്ല, ടീച്ചറമ്മ. ചേച്ചി എന്ന് പറയാൻ പറ്റില്ല, സോറി. ടീച്ചർ ചെയ്ത് തന്നെയാണ് ശരി. പ്രതികരിക്കണം, ഇതുപോലെ നല്ലോണം പ്രതികരിക്കണം. കേസ് കൊടുത്താൽ പോരാ, അവരെ 8ന്റെ പണി കൊടുക്കാൻ വേണ്ടി. ഓക്കെ, വളരെ ഉഷാറായിട്ടുണ്ട്, സന്തോഷം.